ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ജയ്സാൽമീറിലെ സാൻഡ് ഡ്യൂൺസിലേക്കാണ്. ഈ രാജസ്ഥാനിലെ ജയ്സാൽമീർ മണലാരണ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ സുവർണ നഗരം എന്നറിയപ്പെടുന്ന ജയ്സാൽമീർ മനോഹരമായ കോട്ടകളും കൊട്ടാരങ്ങളും താർ മരുഭൂമിയുടെ വിസ്തൃതിയും കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ പ്രിയങ്കരമാണ്. ഇന്ന് ഞങ്ങളെ വഴിയിൽ വെച്ച് ഒരു വണ്ടിക്കാരൻ തടുത്തു. അദ്ദേഹം ഒരു ഗൈഡായിരുന്നു. അദ്ദേഹം കാണിച്ച ഹോട്ടലിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ടൂറിസ്റ്റുകൾ നന്നേ കുറവാണ്. നല്ല ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് ഒരു ഹോട്ടലാണ് ഞങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ടെൻറ്റ് ഹൗസുകളാണ്. നല്ല വൃത്തിയുള്ള ബെഡ്റൂമുകൾ, 2 പേർക്ക് കിടക്കാവുന്ന, അതുപോലെ തന്നെ നല്ല ഒരു ബാത്ത് അറ്റാച്ചൊക്കെയുള്ള ഒരു ടെൻറ്റ് ഹൗസ്. ഇങ്ങനെ 2 ടെൻറ്റ് ഹൗസ് ഞങ്ങൾ 4 പേർക്കെടുത്തു. വലിയ വിസ്തൃതിയിലുള്ള ഹോട്ടലാണ്. അവിടെ നിന്ന് അദ്ദേഹം ഞങ്ങളെ ജീപ്പിൽ മണലാരണ്യത്തിലേക്ക്, അതായത് ഡെസേർട്ട് സഫാരി നടത്താൻ ഞങ്ങളെ ജീപ്പിൽ കൊണ്ടുപോവുകയാണ്. സമയം 5 മണിയോടടുത്തായിരിക്കുന്നു. 6 മണി സമയത്ത് സൂര്യൻ അസ്തമിക്കും. അപ്പോൾ മരുഭൂമിയിലുള്ള സൂര്യാസ്തമയം കാണാം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് രാത്രിയിലെ ഭക്ഷണവും പിറ്റേന്ന് പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ താമസ സൗകര്യവും ഈ ഡെസേർട്ട് സഫാരി, ജീപ്പിലുള്ള സഫാരിയും, അതുപോലെ രാവിലെ സൂര്യോദയം കാണാൻ ക്യാമൽ റൈഡും എല്ലാം കൂടിയാണ് അദ്ദേഹം ചാർജ് പറഞ്ഞത്. ടൂറിസ്റ്റ് കുറവായതിനാൽ ഞങ്ങൾക്കധികം പൈസ വന്നില്ല. പിന്നെ ഇവർ 5000 10,000 ഒക്കെ പറയും. നമുക്ക് അവിടുത്തെ ടൂറിസ്റ്റുകളുടെ വരവനുസരിച്ച്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സീസൺ അല്ലെങ്കിൽ വളരെയധികം വില നമുക്ക് ബാർഗെയിൻ ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. ഇവിടെ ചാർജ് കുറവിന് കിട്ടും. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ ഡെസേർട്ട് സഫാരിയിലേക്കാണ്, മണലാരണ്യത്തിലേക്കാണ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് മണലിലൂടെ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ആണ് യാത്ര. താർ മരുഭൂമിയിലൂടെ താർ എന്ന ജീപ്പിൽ, മഹേന്ദ്രയുടെ താർ എന്ന ജീപ്പിലാണ് ഈ മരുഭൂമിയിലേക്കുള്ള യാത്ര. നല്ല ഒരു അനുഭവമാണ് മരുഭൂമിയിലൂടെ ഈ യാത്ര. ഞങ്ങളങ്ങനെ താർ മരുഭൂമിയുടെ വിശാലമായ ആ ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ജയ്സാൽമീർ നഗരത്തിൽ നിന്ന് 42 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ സാൻഡ് ഡ്യൂൺസ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മനോഹരമായ ഈ മണൽ നിറഞ്ഞ പ്രദേശത്തിലേക്ക് ഒരു യാത്ര എന്തുകൊണ്ടും വളരെയധികം രസകരമായ ഒന്നാണ്. രാജസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇന്ന് ഈ സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ ഈ മണൽക്കൂനകൾ, സ്വർണം മണൽ കാണാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ സന്ദർശനം നടത്തുന്നു. അതുകൊണ്ട് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി ഇവിടെ മാറിയിരിക്കുന്നു. ഞങ്ങളെയും ഈ മണലാരണ്യത്തിൻ്റെ നടുക്ക് ഈ പയ്യനാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെയും ഒത്തിരി ബിസിനസ് നടത്തുന്നുണ്ട്. ഈ ക്യാമൽ റൈഡ്, ഇവിടെ നിന്ന് ക്യാമൽ റൈഡ് കൊണ്ടുപോകാം. ഇവിടെ കട്ടിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് നമുക്ക് സൂര്യാസ്തമയം കാണാം. എല്ലാം ഇവിടെ നമുക്ക് ഒരുക്കി തരും. അതുപോലെ തന്നെ ഇവിടെ ഈ മരുഭൂമിയിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയുണ്ട്. അതെല്ലാം അവർ 1000 രൂപയാണ് 1 മണിക്കൂറിന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് തന്നെ മാറ്റി ഇനിയും മരുഭൂമിയുടെ ഉൾഭാഗത്തേക്ക്, അധികം ജനങ്ങൾ വരാത്ത അതിവിശാലമായ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിനും പ്രത്യേക പാക്കേജുകളുണ്ട്. അവിടെയാണ് സ്വർണ്ണത്തരികൾ പോലുള്ള മണൽ. ഇതാണ് സൂര്യാസ്തമയം ആവാറായിട്ടുണ്ട്. മരുഭൂമിയിലുള്ള ഒരു സൂര്യാസ്തമയം നമുക്കിന്ന് കാണാം. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് പോലെ തന്നെ ഇവിടെ ഡെസേർട്ട് ക്യാമ്പുകൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ഈ മെയിൻ റോഡിന് ഇരുവശം തന്നെ നമ്മൾ റൂം എടുക്കണമെന്നില്ല. ഈ ഉൾഭാഗത്തേക്കൊക്കെ പോയാൽ ഒത്തിരി റൂമുകളും ടെൻറ്റുകളും നമുക്ക് വാടക കുറവിന്, റെന്റ് കുറവിന് കിട്ടും. ഈ മരുഭൂമിയിലെ ഉത്സവം ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്.
അതും വളരെയധികം ആകർഷണീയമുള്ളതാണ്. ഒത്തിരി ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഈ സമയത്തെല്ലാം കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കധികം ചൂട് അനുഭവപ്പെടില്ല. പകൽ നല്ല ചൂടുണ്ട്. രാത്രികാലങ്ങളിൽ ഒരു 6 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ മാർച്ച് ആകുമ്പോഴേക്കും താഴും. നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ രാത്രികാലങ്ങളിലുള്ള കൾച്ചർ ഷോയും മറ്റുമെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഈ മണലാരണ്യത്തിൽ ഇവിടെ നിന്നാണ് ഒട്ടക സഫാരി. ഞങ്ങൾ ഇന്ന് ഒട്ടക സഫാരി എടുത്തിട്ടില്ല. നാളെ രാവിലെയാണ്. നാളെ രാവിലെ നമുക്ക് സൂര്യ ഉദയം കാണാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത്. ഈ മരുഭൂമിയിലൂടെ കോഡ് ബൈക്കുകൾ ഇതിലെല്ലാം ഓടിച്ചു പോകുന്നുണ്ട്. ആ കോഡ് ബൈക്കിലെ യാത്രയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് താഴ്ത്തി ചോദിക്കാവുന്നതാണ്. അതിൽ അവർ ടൂറിസ്റ്റുകൾ കുറവായത് കാരണം തരാൻ സാധ്യതയുണ്ട്. ഇവിടെയും നാടോടി കുട്ടികളുടെ പാട്ടാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പാട്ടും ഇവിടുത്തെ സീനും ഇവിടുത്തെ സൂര്യാസ്തമയവും എല്ലാം കണ്ട് വീണ്ടും ഈ മണലാരണ്യത്തിലൂടെയുള്ള യാത്ര തിരിച്ച് റൂമിലേക്കാണ്. ഞങ്ങളുടെ ഡെസേർട്ട് ക്യാമ്പ്, അവിടെ ആ ക്യാമ്പിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇവിടെ ജയ്സാമീർ ഇന്ത്യയിലെ സുവർണ നഗരം എന്നറിയപ്പെടുന്നതാണ് ജയ്സാമീർ. ജയ്സാമീറിൽ നിന്ന് 42 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ മനോഹരമായ സാൻഡ് ഡ്യൂൺ. ഈ ജയ്സാമീർ മനോഹരമായ കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ നമുക്ക് ജയ്സാമീർ വരുമ്പോൾ ഉറപ്പായും അവിടുത്തെ മനോഹരമായ കോട്ടകളെല്ലാം കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിട്ട് ജയ്സാമീറിൽ പോയി കോട്ടയ്ക്ക് കണ്ടിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ. വളരെ പ്രശസ്തമായ കോട്ടകളാണ് അവിടുത്തെ. സ്വർണ്ണ നിറത്തിലുള്ള കല്ലുകളാൽ നല്ല കോട്ടകളാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഏരിയയിൽ പയ്യൻ കാണിച്ചു തന്നത് വളരെ സ്വർണത്തിൻ്റെ നിറമുള്ള മണല എന്നാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. മെയിൻ റോഡിലേക്ക് എത്താറായിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഉത്സവ സമയവും മാർച്ച് മാസത്തിൽ തണുപ്പുണ്ടെങ്കിലും ഈ സമയങ്ങളിൽ തെളിഞ്ഞ നക്ഷത്ര നിബിഡമായ ആകാശം കാണാൻ പറ്റുന്ന സമയമാണ്. മരുഭൂമിയിലെ ക്യാമ്പിംഗ് അവിസ്മരണീയ അനുഭവമാക്കി മാറ്റാനും പറ്റും. ഇതേപോലെയുള്ള താർ ജീപ്പിലാണ് ഞങ്ങളുടെ യാത്ര. ഇതെല്ലാം ഈ റൂം എടുക്കുമ്പോൾ അവരോട് പറഞ്ഞുറപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ പാക്കേജ് എടുക്കാം. അല്ലെങ്കിൽ റൂം എടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് ഒത്തിരി ഈ ഏജൻറ്റുമാർ, ഹോട്ടലിലെ ഏജൻറ്റുമാർ വരും. അവരായിട്ട് സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് നമുക്ക് അത് നമ്മുടെ പോക്കറ്റിന് അനുസൃതമായി നമ്മുടെ ലക്ഷറിക്ക് അനുസരിച്ചായിട്ടുള്ള റൂമുകളും എല്ലാം അവർ കാണിച്ചു തരും. അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ധാരാളം ടെൻറ്റുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ആതിഥ്യമര്യാദയോടുകൂടിയുള്ള ട്രഡീഷണൽ രാജസ്ഥാനി ഹോസ്പിറ്റാലിറ്റിയാണ് ഈ കാണിക്കുന്നത്. പരമ്പരാഗതമായ രാജസ്ഥാനിലെ ആതിഥ്യമര്യാദയോടുകൂടി അവർ നമ്മളെ ഹോട്ടലിലേക്ക് സ്വീകരിക്കുകയാണ്. ഇത് ചെണ്ടയൊക്കെ കൊട്ടി ഇപ്പുറത്ത് ഒരു വനിത കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ട്. കുങ്കുമൊക്കെ തൊടിയിപ്പിച്ച് ഞങ്ങളെ ഈ ഹോട്ടലിലേക്ക് അനയിച്ചു. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ്.
ഞങ്ങൾ ഓരോ സുഹൃത്തുക്കളും അവരുടെ ആതിഥ്യമര്യാദ സ്വീകരിച്ച് അതിനകത്തേക്ക് കടക്കുകയാണ്. ഇദ്ദേഹത്തെ ഇതുപോലെ കുറിയൊക്കെ തുടിയിപ്പിച്ച് അകത്തേക്ക് കയറ്റിവിടുകയാണ്. ഇനി നമുക്കിവിടുത്തെ ട്രഡീഷണൽ ഉത്സവങ്ങളും ഇവിടുത്തെ ആഘോഷങ്ങളും രാത്രിയിലെ നൃത്തങ്ങളും എല്ലാം കണ്ട് വീണ്ടും അടുത്ത് നേരിട്ട് കാണാം. ഖമ്മ ഹാരി റിസോർട്ട് ഇവിടെയാണ് ഇന്നലെ താമസിച്ചത്. Rooms Kamangani Resort. Kamangani Resort. आपका बोलो. बोलो. Kamangani Resort with swimming pool. The night culture show start. Yeah. पधारो. അമ്മഹണി റിസോർട്ടിൽ സാൻഡ് ഡ്യൂമിലാണ് ഞങ്ങൾ ഇന്ന്. Kiss
थैंक यू। अगली कड़ी में पेश करे राजस्थानी सॉन्ग गोवर्धन। गोवर्धन किसे बोलते हैं? कैमल का गले का हार होते हैं, उनको बोलते हैं गोवर्धन। लड़ली लुमा जीनो 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 उड़ने गुलाब गायो जीनो जीनो उड़ने गुलाब
Si me faltaras tú no sé lo que yo haría, porque en tus ojos descubrí un nuevo camino. En tu sonrisa vi la luz de mi destino. Quiero que me quieras, solo quiero que me digas que me amas, solo quiero eso. Quiero que me quieras, solo quiero que me digas que me amas, solo quiero eso. Quiéreme no más, quiéreme no más. Quiéreme no más, quiéreme no más. A mí me gusta despertar y acariciarte. A mí me gusta ser tu amigo y ser tu amante. Yo quiero estar contigo tarde, noche y día. Quiero vivir juntito a ti toda la vida, porque en tus ojos